ഹലോ എവരി വൺ, വെൽക്കം ടു ദ കോഴ്സ് ഓഫ് DSP. ഈ ക്ലാസ്സിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റാഡിക്സ് ടു FFT അൽഗോരിതം. ഫസ്റ്റ് ഓഫ് ആൾ, ഫ്യൂറിയർ ട്രാൻസ്ഫോം എന്താണെന്ന് നോക്കാം. എ ഫ്യൂറിയർ ട്രാൻസ്ഫോം ഈസ് എൻ യൂസ്ഫുൾ അനാലിറ്റിക്കൽ ടൂൾ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മെനി ഫീൽഡ്സ് ഓഫ് ആപ്ലിക്കേഷൻ ഇൻ ദ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. DSPയിൽ ഫ്യൂറിയർ ട്രാൻസ്ഫോമും ഉണ്ട്, ഇൻവേഴ്സ് ഫ്യൂറിയർ ട്രാൻസ്ഫോമും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോൺസെപ്റ്റ് ടൈമും ഫ്രീക്വൻസിയും ഉപയോഗിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഇൻ ഇമേജ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻസ് ഇറ്റ് പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ. FFT ഫാസ്റ്റ് ഫ്യൂറിയർ ട്രാൻസ്ഫോം. FFT പ്രൊപ്പോസ് ചെയ്തത് കൂലേം ടൂക്കേം ഇൻ 1965. FFT ഉപയോഗിച്ച് DFT കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് കമ്പ്യൂട്ടേഷൻസേ ആവശ്യമുള്ളൂ. ഈ FFTയിൽ ട്രാൻസ്ഫോമിനെ ചെറിയ ട്രാൻസ്ഫോംസ് ആയിട്ട് ബ്രേക്കപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് കമ്പൈൻ ചെയ്യും. FFT അൽഗോരിതംസ്. FFT അൽഗോരിതംസ് രണ്ട് തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ, ഡെസിമേഷൻ ഇൻ ടൈം അൽഗോരിതം, DIT അൽഗോരിതം. സെക്കൻഡ് വൺ, ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി, DIF അൽഗോരിതം. ഡെസിമേഷൻ ഇൻ ടൈം അൽഗോരിതം, DIT അൽഗോരിതം. DIT അൽഗോരിതം ഉപയോഗിച്ച് DFT കണ്ടുപിടിക്കാൻ പറ്റും. DFT ഓഫ് എ എൻ പോയിൻറ്റ് സീക്വൻസ്, ക്യാപിറ്റൽ N. ഈ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് തന്നേക്കുന്ന സീക്വൻസിൻ്റെ ലെങ്ത്താണ്. ഈ എൻ പോയിൻറ്റ് സീക്വൻസിനെ രണ്ട് DFT ആയിട്ട് മാറ്റും. എൻ പോയിൻറ്റ് സീക്വൻസിനെ N/2 പോയിൻറ്റ് സീക്വൻസസ് ആയിട്ട് മാറ്റും. അതായത് XE ഓഫ് Nഉം XO ഓഫ് Nഉം, ഈവൺ സീക്വൻസും ഓഡ് സീക്വൻസും. N/2 പോയിൻറ്റ് DFTനെ വീണ്ടും ബ്രേക്ക് ചെയ്ത് N/4 പോയിൻറ്റ് DFT ആക്കും. This process is continued until we are left with 2-point DFT. This algorithm is called DIT because the sequence X of N is often split into smaller sequences. Radix to DIT FFT algorithm. N is equal to 2⁻L എന്ന് നമുക്ക് എഴുതാൻ പറ്റും. N എന്ന് വെച്ചാൽ സീക്വൻസിൻ്റെ ലെങ്ത്ത്. L ഈസ് എൻ ഇൻറ്റീജർ. ഈ L ആണ് നമ്പർ ഓഫ് സ്റ്റേജസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. DIT FFT അൽഗോരിതമിൽ ഡീകമ്പോസിങ് നടക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സപ്പോസ് 16 പോയിൻറ്റ്സ് ഉള്ള ഒരു സിഗ്നൽ തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ 16 പോയിൻറ്റ് സിഗ്നലിനെ രണ്ട് സിഗ്നൽസാക്കി മാറ്റും, രണ്ടും 8 പോയിൻറ്റ്സ് വെച്ചിട്ട്. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് 16 സിഗ്നൽസ് ഓഫ് 1 പോയിൻ്റ് ആവുന്നവരെ കണ്ടിന്യൂ ചെയ്യും. ഈ സ്ലൈഡിൽ ഒരു 8 പോയിൻറ്റ് സീക്വൻസിൻ്റെ 3 സ്റ്റേജ് സിന്തസൈസാണ് കാണിച്ചിരിക്കുന്നത്. അതായത് N is equal to 8 ആയതുകൊണ്ട് നമ്പർ ഓഫ് സ്റ്റേജസ് 3 ആണ്. റാഡിക്സ് ടു DIT FFT അൽഗോരിതത്തിലെ ബട്ടർഫ്ലൈ ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 8 പോയിൻറ്റ് സീക്വൻസിലെ ബട്ടർഫ്ലൈ ഡയഗ്രാമാണ്. അതായത് N is equal to 8. സോ L is equal to 3. അതായത് 3 സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. 8 പോയിൻ്റ് ആയ കാരണം 8 ലൈൻസ് വരയ്ക്കാം. ഈ 8 പോയിൻറ്റ്സിനെ ഈവണും ഓഡുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 4 ഈവൺ ആണ്. അത് എഴുതുമ്പോൾ X of 0, X of 4, X of 2, X of 6 ഈ ഓർഡറിൽ എഴുതണം. താഴത്തത് ഓഡ്, അതെഴുതുമ്പോൾ
എക്സ് ഓഫ് 1, എക്സ് ഓഫ് 5, എക്സ് ഓഫ് 3, എക്സ് ഓഫ് 7 ഇൻപുട്ട്സ് എല്ലാം ഈ ഓർഡറിൽ എഴുതണം. എന്നിട്ട് 3 സ്റ്റേജ് ഉണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. സ്റ്റേജ് 1ൽ ആദ്യത്തെ 2 ലൈൻ തമ്മിൽ മാപ്പ് ചെയ്യുക. എക്സ് ഓഫ് 0യും എക്സ് ഓഫ് 4ഉം തമ്മിൽ മാപ്പ് ചെയ്യുക. അതുപോലെ എക്സ് ഓഫ് 2ഉം എക്സ് ഓഫ് 6ഉം മാപ്പ് ചെയ്യുക. താഴെ ഓഡിൽ എക്സ് ഓഫ് 1ഉം എക്സ് ഓഫ് 5ഉം മാപ്പ് ചെയ്യുക. എക്സ് ഓഫ് 3യും എക്സ് ഓഫ് 7ഉം മാപ്പ് ചെയ്യുക. ഇനി ട്വിഡിൽ ഫാക്ടർ ആഡ് ചെയ്യണം. WN⁻0 ഈ അടിയിലത്തെ 4 ലൈൻസിലും ആഡ് ചെയ്യണം. അതുപോലെ -1ഉം ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടേഷൻ ചെയ്യുക. അതായത് സം ചെയ്ത് S1 ഓഫ് 0യും കിട്ടും, അപ് ടു S1 ഓഫ് 7 വരെ കിട്ടും. അതാണ് ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട്. ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടാണ് സെക്കൻഡ് സ്റ്റേജിൻ്റെ ഇൻപുട്ട്. ഇനി സെക്കൻഡ് സ്റ്റേജിൽ ട്വിഡിൽ ഫാക്ടേഴ്സ് ആഡ് ചെയ്തേക്കുന്നത് WN⁻0, WN⁻2 രണ്ട് സ്ഥലത്തും ഈവനിലും മോഡിലും WN⁻0യും WN⁻2ഉം ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ -1ഉം മോളിലും 2 സ്ഥലത്ത്, താഴെയും 2 സ്ഥലത്ത്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജിലെ ഔട്ട്പുട്ട് കിട്ടും. S2 ഓഫ് 0 തൊട്ട് S2 ഓഫ് 7 വരെ ഔട്ട്പുട്ട് കിട്ടും. സെക്കൻഡ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടാണ് തേർഡ് സ്റ്റേജിൻ്റെ ഇൻപുട്ട്. തേർഡ് സ്റ്റേജിൽ വരയ്ക്കുമ്പോൾ എക്സ് ഓഫ് 0യും എക്സ് ഓഫ് 1ഉം ആണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എക്സ് ഓഫ് 4നെ എക്സ് ഓഫ് 5ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. എക്സ് ഓഫ് 2നെ എക്സ് ഓഫ് 3യിലേക്കും എക്സ് ഓഫ് 6നെ എക്സ് ഓഫ് 7ലും അങ്ങനെ ബാക്കി എല്ലാം മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ട്വിഡിൽ ഫാക്ടേഴ്സ് താഴത്തെ 4 ലൈനിൽ മാത്രമേ ഉള്ളൂ. WN⁻0, WN⁻1, WN⁻2, WN⁻3. അതുപോലെ -1 താഴത്തെ ഓഡിൽ -1 കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ട് കിട്ടും. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ് ഓഫ് 0 തൊട്ട് ഈ ഓർഡറിൽ ക്യാപിറ്റൽ എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3, എക്സ് ഓഫ് 4, എക്സ് ഓഫ് 5, എക്സ് ഓഫ് 6, എക്സ് ഓഫ് 7 8 പോയിൻറ്റ്സ് കിട്ടും. ഇതാണ് നമ്മുടെ DFT ഫൈനൽ ആൻസർ. എക്സാമ്പിൾ: കൺസിഡർ എ സീക്വൻസ് x of n is equal to 1 1 1 0 0 0 0 0. Find the endpoint DFT using DIT FFT algorithm. Solution: here length n is equal to 8. So 2 raised to 3 is equal to 8. L is equal to 3. So number of stages is 3. n is equal to 8 ആണ്. അതുകൊണ്ട് 8 ലൈൻസ് വരയ്ക്കാം, ഹൊറിസോണ്ടൽ ലൈൻസ്. L is equal to 3, അതായത് നമ്പർ ഓഫ് സ്റ്റേജസ് 3 ആണ്. സോ 3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഡോട്ട് ഇടണം. ഓരോ സ്റ്റേജിലും മാപ്പിംഗ് വരച്ച് ആരോ ഇടണം, -1 ചേർക്കണം, ട്വിഡിൽ ഫാക്ടേഴ്സും ചേർക്കണം. അടുത്തത് ഇൻപുട്ട്സ് ചേർക്കാം. തന്നേക്കുന്ന ഓർഡറിൽ എക്സ് ഓഫ് 0 is equal to 1, എക്സ് ഓഫ് 4 is equal to 0, എക്സ് ഓഫ് 2 is equal to 1, എക്സ് ഓഫ് 6 is equal to 0, എക്സ് ഓഫ് 1 is equal to 1, എക്സ് ഓഫ് 5 is equal to 0, എക്സ് ഓഫ് 3 is equal to 0, എക്സ് ഓഫ് 7 is equal to 0. ഈ ഓർഡറിൽ ഇൻപുട്ട് എഴുതിച്ചേർക്കുക. ഇനി ഓരോ സ്റ്റേജസിൻ്റെ ഔട്ട്പുട്ട് കണ്ടെത്താം. ഫസ്റ്റ് ലൈനിൽ എക്സ് ഓഫ് 0 is equal to 1 പ്ലസ് എക്സ് ഓഫ് 4 is equal to 0. ദാറ്റ് ഈസ് 1 plus 0 is equal to 1. സോ ഫസ്റ്റ് സ്റ്റേജിൻ്റെ
ഔട്ട്പുട്ട് S1 of 0 is equal to 1. ഇതുപോലെ ഓരോ ലൈനിൻ്റെയും ഓരോ സ്റ്റേജിലും ഔട്ട്പുട്ട് കണ്ടെത്തി എഴുതണം. ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടാണ് സെക്കൻഡ് സ്റ്റേജിൻ്റെ ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. ഇങ്ങനെ ഓരോ സ്റ്റേജസും ആഡ് ചെയ്ത് കണ്ടെത്തണം. ആഡ് ചെയ്യുമ്പോൾ -1ഉം ട്യൂഡിൽ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്ത് ഫൈനൽ ഔട്ട്പുട്ടാണ്, തേർഡ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടാണ് ഫൈനൽ ഔട്ട്പുട്ട്. അതായത് ക്യാപിറ്റൽ X(0) തൊട്ട് X(7) വരെ ഔട്ട്പുട്ട്സ്. X(0) is equal to 3, X(1) is equal to 1 plus 1 by root 2 minus 1 plus 1 by root 2 into j. X(2) is equal to minus j. X(3) is equal to 1 minus 1 by root 2 plus 1 minus 1 by root 2 into j. X(4) is equal to 1. X(5) is equal to 1 minus 1 by root 2 minus 1 minus 1 by root 2 into j. X(6) is equal to j. X(7) is equal to 1 plus 1 by root 2 plus 1 plus 1 by root 2 into j. ട്യൂഡിൽ ഫാക്ടേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. W8⁻0 is equal to 1 തുടങ്ങിയിട്ട് 1 നിന്ന് തുടങ്ങിയിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ പോവാം. W8⁻1, W8⁻2 ഈ ഓർഡറിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ പോയി W8⁻7 വരെ എത്തും. ഇതാണ് ഈ കൊടുത്ത ട്യൂഡിൽ ഫാക്ടേഴ്സിൻ്റെ വാല്യൂസ്. സെക്കൻഡ് ടൈപ്പ് റാഡിക്സ് ടു DIF FFT algorithm. Algorithm principle. To divide n-point sequence x of n into two n/2 point sequence. The former n/2 point x of n is between 0 less than or is equal to n less than or is equal to n/2 minus 1. The later n/2 point, that is x of n plus n/2, is between 0 less than or is equal to n less than or is equal to n/2 minus 1. ഒരു DIF FFT അൽഗോറിതത്തിൻ്റെ ബട്ടർഫ്ലൈ ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. DIF FFT ശരിക്കും DIT FFTയുടെ ട്രാൻസ്പോസാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇൻപുട്ട് എഴുതുമ്പോൾ ഈ ഓർഡറിൽ എഴുതണം. X(0), X(1), X(2), X(3), X(4), X(5), X(6), X(7) ഈ ഓർഡറിൽ എഴുതണം. ആൻഡ് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ക്യാപിറ്റൽ X(0), X(4), X(2), X(6), X(1), X(5), X(3), X(7) ഈ ഓർഡറിൽ ഔട്ട്പുട്ട് എടുക്കണം. എക്സാമ്പിൾ ഓഫ് DIF FFT algorithm. Find the DFT of the following discrete time sequence. S of n is equal to 1, minus 1, minus 1, minus 1, 1, 1, 1, minus 1 using radix to decimation in frequency FFT algorithm. Solution. തന്നിരിക്കുന്ന സീക്വൻസ് ഒരു 8-point സീക്വൻസ് ആണ്. സോ n is equal to 8. അതുകൊണ്ട് 8 ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാം. L is equal to 3. അതായത് നമ്പർ ഓഫ് സ്റ്റേജസ് 3 ഉണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. ബട്ടർഫ്ലൈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇൻപുട്ട് ഈ ഓർഡറിലായിരിക്കണം. S(0), S(1), S(2), S(3), S(4), S(5), S(6), S(7) ആൻഡ് ഔട്ട്പുട്ട് ക്യാപിറ്റൽ S(0), S(4), S(2), S(6), S(1), S(5), S(3), S(7) ഈ ഓർഡറിൽ എഴുതണം. ഇനി മാപ്പിങ്സ് വരയ്ക്കുക. ട്യൂഡിൽ ഫാക്ടർ മാർക്ക് ചെയ്യുക, -1 മാർക്ക് ചെയ്യുക. 3 സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3.
ഓരോ സ്റ്റേജിലും മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ് നടത്തിയിട്ട് ഫൈനൽ ഔട്ട്പുട്ട് കണ്ടെത്താം. സ്റ്റേജ് 1 ഔട്ട്പുട്ട് A0 is equal to S of 0 plus S of 4 is equal to 1 plus 1 is equal to 2. അതുപോലെ A1 is equal to S of 1 plus S of 5 is equal to minus 1 plus 1 is equal to 0. ഇതുപോലെ A of 6 വരെ കണ്ടെത്താം. നെക്സ്റ്റ് സ്റ്റേജ് 2. സ്റ്റേജ് 2 ഇൻപുട്ടാണ് സ്റ്റേജ് 1 ഔട്ട്പുട്ട്. അതായത് സ്റ്റേജ് 1 ഔട്ട്പുട്ടാണ് സ്റ്റേജ് 2 ഇൻപുട്ട്. ഇനി സ്റ്റേജ് 2 ഔട്ട്പുട്ട് B of 0 തൊട്ട് B7 വരെയാണ്. B0 is equal to A0 plus A2 is equal to 2 plus 0 is equal to 2. Next B1 is equal to A1 plus A3 is equal to 0 plus minus 2 is equal to minus 2. ഇതുപോലെ B7 വരെ കണ്ടുപിടിക്കാം. ഫൈനലി സ്റ്റേജ് 3 ഔട്ട്പുട്ട് കണ്ടെത്താം. അതായത് ഫൈനൽ ഔട്ട്പുട്ട് ക്യാപിറ്റൽ S of 0 is equal to B0 plus B1 is equal to 2 plus minus 2 is equal to 0. ഇതുപോലെ S of 7 വരെ ആ ഓർഡറിൽ കണ്ടെത്താം. ഔട്ട്പുട്ട് എഴുതുമ്പോൾ S of നാച്ചുറൽ ഓർഡറിൽ എഴുതാം. S of 0, S of 1, S of 2, S of 3, S of 5, S of 6, S of 7 ഈ ഓർഡറിൽ എടുത്തെഴുതണം. താങ്ക് യു.